നമ്മുടെ ആ വയനാട്ടുകാരൻ പയ്യൻ എവിടെയാണ്? രാവിലെ നമ്മുടെ ഒന്ന് രണ്ട് പ്രേക്ഷകർ എനിക്ക് മെസ്സേജ് അയച്ചു. മെസ്സേജ് അയക്കാനുള്ള കാരണം, രാവിലെ നമ്മളൊരു വീഡിയോ ചെയ്തില്ലേ, നിങ്ങൾ കണ്ടു കാണുമ്പോൾ വീഡിയോ നമ്മൾ ചെയ്തത് മാവോയിസ്റ്റുകളെ നേരിടാൻ വേണ്ടി ഇന്ത്യൻ സുരക്ഷാ സേനകൾ മൊസാദ് മോഡൽ ആക്രമണം നടത്തി. അവരുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, മൊബൈൽ ഫോണുകൾ, വാക്കി ടോക്കികളിലൊക്കെ നമ്മൾ ചിപ്പുകൾ ഘടിപ്പിച്ചു, ചിലതെല്ലാം പൊട്ടിത്തെറിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള ഒരു വാർത്തയാണ് രാവിലെ ഇന്ത്യ ലൈവിൽ നമ്മൾ കാണിച്ചത്. അത് കഴിഞ്ഞപ്പോഴാണ് ചില പ്രേക്ഷകർ പെട്ടെന്ന് എന്നോട് വിളിച്ചു ചോദിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്ത്, ഒരു വയനാട്ടുകാരൻ പയ്യനുണ്ടായിരുന്നല്ലോ എന്ന്. ആ പയ്യൻ്റെ പേര് നിങ്ങൾ മറന്നോ? ചെറുപ്പക്കാരനായ വയനാട്ടുകാരൻ, വയനാട് ഒണ്ടയങ്ങാടിക്കാരനാണ്, പേര് റിൻസൺ ജോസ്. എന്താ സംഭവം എന്ന് ഓർക്കുന്നില്ലേ? ലെബനോണിൽ ഹിസ്ബുള്ളയുടെ അധീനതയിലായിരുന്നു ലെബനോണിൻ്റെ പകുതി പ്രദേശം. അവിടെ നിന്ന് ലെബനോണിൽ നിന്ന് ഉമാർ റോക്കറ്റ് കത്തിച്ച് ഇസ്രായേൽ നേരെ വിടുമായിരുന്നു. ഗാസയിൽ യുദ്ധം നടക്കുമ്പോൾ ലെബനോണിൽ നിന്നൊരു യുദ്ധമുഖം തുറന്നിരിക്കുന്നു. ഹസൻ നസറുള്ള എന്ന് പറയുന്ന അതിഭീകരനായ ഒരാളായിരുന്നു ഹിസ്ബുള്ളയുടെ നേതാവ്. ഇറാനിൽ നിന്ന് കാശും ആയുധങ്ങളും ഒക്കെ കൊടുത്ത് അങ്ങനെ ലെബനോൺ എന്ന് പറയുന്ന രാജ്യം ഇറാൻ്റെ ഇച്ഛക്കനുസരിച്ച് ഇങ്ങനെ നസറുള്ള വഴി അയത്തുള്ള ഖമനയി ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് 2024 സെപ്റ്റംബർ 17-18 തീയതികളിൽ ലോകം നടുങ്ങിയ, ലോകത്തെ വിറപ്പിച്ച, ലോകത്തെ അത്ഭുതം കൊള്ളിച്ച ഒരാക്രമണം മൊസാദ് ലെബനോണിൽ നടത്തിയത്. ഏതാണ്ട് ഉച്ചയ്ക്ക് 3:30 സെപ്റ്റംബർ 17-ാം തീയതി ഉച്ചയ്ക്ക് 3:30 മണിയോടുകൂടി എല്ലാ ഹിസ്ബുള്ള ഭീകരന്മാരുടെയും പേജറുകളിൽ ഒരു ആൽഫ ന്യൂമറിക് മെസ്സേജ് വന്നു. അവർ ആ മെസ്സേജ് എടുക്കാൻ വേണ്ടിയിട്ട് പേജർ എടുത്ത് മുഖത്തോട് ചേർന്ന് അത് മെസ്സേജ് ഓപ്പൺ ചെയ്തപ്പോൾ പേജർ പൊട്ടിത്തെറിച്ചു. അയാളുടെ മുഖം, തല ഉൾപ്പെടെ തകർന്നു. ചിലരൊക്കെ അരക്കെട്ടിൽ ബെൽറ്റിലാണ് വെച്ചിരുന്നത്, ബെൽറ്റിൽ നിന്ന് പൊട്ടിത്തെറിച്ചാൽ എന്ത് സംഭവിക്കുന്നറിയോ? പിന്നെ സ്വർഗത്തിൽ ചെന്നിട്ട് കാര്യമൊന്നുമില്ല. 72 ഹൂറിമാരെ കിട്ടിയിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ ആയിരക്കണക്കിന് ഹിസ്ബുള്ള ഭീകരന്മാർക്ക് പരിക്കേറ്റു, കുറേയേറെ ആളുകൾ മരിച്ചു. സത്യത്തിൽ ലെബനോണിലെ ഹിസ്ബുള്ളയുടെ പതനം ആരംഭിച്ചത് സെപ്റ്റംബർ 17-18 തീയതികളിൽ നടന്ന ഈ പേജർ അറ്റാക്ക് വഴിയാണ്. ആ പേജർ അറ്റാക്കിന് ശേഷം സംഭവിച്ചത് എന്തൊക്കെയാണ്? സെപ്റ്റംബർ 27-ന് 17-18 തീയതികളിൽ പേജർ അറ്റാക്ക് നടന്നു. സെപ്റ്റംബർ 27-ന് ഹസൻ നസറുള്ള ഒളിച്ചിരുന്ന ഭൂമിക്കടിയുള്ള ബങ്കർ തകർക്കുന്ന ബങ്കർ ബസ്റ്റർ ബോംബിട്ട് ഭൂമിക്കടിയിലെ അറയിൽ ഒളിച്ചിരുന്ന നസറുള്ളയെ തകർത്തു. ഇസ്രായേൽ സേന IDF ലെബനോണിലേക്ക് കയറി അവിടെ ഇവരെ ഉന്മൂലനം ചെയ്തു. എന്നിട്ട് ലെബനീസ് ആർമിക്ക് ഹിസ്ബുള്ള പിടിച്ചു വെച്ചിരുന്ന പ്രദേശങ്ങൾ വിട്ടുകൊടുത്ത് ഇസ്രായേൽ സേന പിന്മാറി. അങ്ങനെ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഭീകരനെ കുറിച്ച് നമ്മൾ അതിനുശേഷം കേട്ടിട്ടില്ല. തുടച്ചു നീക്കി. ഈ തുടച്ചു നീക്കാൻ വഴിമരുന്നിട്ടത്, വാതിൽ തുറന്നു കൊടുത്തത് 2024 സെപ്റ്റംബർ 17-18 തീയതികളിൽ നടന്ന പേജർ ആക്രമണമാണ്. ഞാൻ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഥ അത്രയും പറഞ്ഞത്. അപ്പോൾ അതിൽ ഈ പേജറുകൾ എവിടെ നിന്ന് വന്നു എന്നുള്ള അന്വേഷണം നടന്നപ്പോൾ ഒരു മലയാളിയുടെ പേര് വന്നു. അതാണ് നമ്മുടെ മാനന്തവാടി ഒണ്ടയങ്ങാടി സ്വദേശിയായ റിൻസൺ ജോസ് നോർവീജിയൻ പൗരത്വമുള്ള ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിന് നോർട്ട ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു. ആ നോർട്ട ഗ്ലോബൽ എന്ന് പറയുന്ന കമ്പനി വഴിയാണ് ഹിസ്ബുള്ളയ്ക്ക് ഈ പേജറുകൾ കിട്ടിയത് എന്നാണ് കണ്ടെത്തിയത്. അതിനുശേഷം റിൻസൺ ജോസിനെ കുറിച്ച് ഒരു വിവരം ഉണ്ടായിരുന്നില്ല. റിൻസൺ ജോസ് അപ്രത്യക്ഷനായി, മാഞ്ഞുപോയി, കാറ്റ് കൊണ്ടുപോയി എന്ന് പറയുന്നത് പോലെ റിൻസൺ ജോസിനെ കുറിച്ച് ഒരു വിവരം ഉണ്ടായിരുന്നില്ല. റിൻസൺ ഈ സെപ്റ്റംബർ 17-18 തീയതികളിലുള്ള ഈ പേജർ ആക്രമണം, മൊസാദിൻ്റെ അതിവിദഗ്ധമായ ആക്രമണം ലെബനോണിൽ നടക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ വന്നിട്ട് പോയ ആളാണ്. നമ്മുടെ വയനാട്ടുകാരനല്ലേ, വന്നിട്ട് പോയതാണ്. അതിനുശേഷം പിന്നെ റിൻസനെ കുറിച്ച് കേൾക്കുന്നത് ഇങ്ങനെയാണ്. റിൻസന്റെ വീട്ടുകാർ അന്തം വിട്ടിരുന്നു. അവനെന്തോ കമ്പനിയൊക്കെ അവിടെ നടത്തുന്നുണ്ടെന്നറിയാം, അത് പേജർ ഉണ്ടാക്കുന്നതാണോ, അത് അതിനകത്ത് ബോംബ് വെച്ച് കൊടുത്തതാണോ ഒന്നും ഞങ്ങൾക്കറിയില്ല എന്നൊക്കെ വീട്ടുകാരൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നീട് കുറേ കാലത്തേക്ക് റിൻസൺ ജോസിനെ കുറിച്ചൊന്നും കേട്ടില്ല. റിൻസൺ ജോസിനെ കുറിച്ച് നമ്മുടെ മാധ്യമങ്ങളും മറന്നു. പക്ഷെ അതിനോടൊപ്പം തന്നെ മറ്റൊരു പേരൂടി വന്നിരുന്നു. റിൻസൺ ജോസിനെ സഹായിച്ചത് ഒരു സുന്ദരിയാണ്. അത് പേര് ഇതിന് വലുതാണ്. ക്രിസ്ത്യാന ബാർസോണി ആർഡിയാക്കാണോ എന്ന് പറയുന്ന ഒരു സുന്ദരി. ഹംഗറിയിലെ ബുഡാപെസ്റ്റുകാരിയാണ് ഈ ക്രിസ്ത്യാനയ്ക്ക് ഒരു കമ്പനി ഉണ്ടായിരുന്നു, BSC കൺസൾട്ടിങ് എന്ന് പറയുന്ന ഒരു കമ്പനി. ഈ BSC കൺസൾട്ടിങ് എന്ന് പറയുന്ന കമ്പനിയുടെ CEO ആയിരുന്നു ക്രിസ്ത്യാന വഴിയാണ് ഈ ഓപ്പറേഷൻ നടന്നത്. നോർട്ട ഗ്ലോബൽ എന്ന കമ്പനി ഉണ്ടാക്കിയ പേജറുകൾ ക്രിസ്ത്യാനയുടെ തായ് കമ്പനി
ഗോൾഡ് അപ്പോളോ എന്ന് പറയുന്ന ഒരു പ്രശസ്തമായ പേജർ കമ്പനിയുടെ ബ്രാൻഡ് നെയിം ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ച് വിതരണം ചെയ്തത്. അപ്പോൾ ഇതിന് വലിയൊരു ഓപ്പറേഷൻ ആയിരുന്നു. BAC എന്ന് പറയുന്ന കമ്പനി അതിനടുത്ത് കൺസൾട്ടൻസി ആയിട്ട് വരുന്നു. നോർട്ട ഗ്ലോബലിനോട് പറയുന്നു അപ്പോളോ ഗോൾഡ് അപ്പോളോ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പേരിൽ പേജറുകൾ ഉണ്ടാക്കുന്നു. ഇത് നോർവീജിയൻ പൗരത്വം നേടിയിട്ടുള്ള റിൻസൺ ജോസിന്റെ കമ്പനിയാണ് സപ്ലൈ ചെയ്യുന്നത്. കരാറെടുത്തത് BAC എന്ന് പറഞ്ഞ ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റുകാരിയായ ക്രിസ്ത്യാന ബാർസോണി ആർസിഡിയാക്കാനോ ആണ് ഈ കരാറെടുത്തത്. ഇതിൻ്റെ ഈ ട്രാൻസിഷൻ്റെ ഇടയ്ക്ക് എവിടെയോ വെച്ചിട്ട് ഈ പേജറുകളിലെ ലിത്തിയം അയൺ ബാറ്ററിയിൽ എറ്റത്രിറ്റോൾ ടെട്രാ നൈട്രേറ്റ് എന്ന് പറയുന്ന സ്ഫോടക വസ്തു, പീറ്റൻ എന്ന് പറയുന്ന സ്ഫോടക വസ്തു 1 ഗ്രാം മുതൽ 3 ഗ്രാം വരെ ഇൻസേർട്ട് ചെയ്തിരുന്നു. അങ്ങനെയാണ് ഈ പൊട്ടിത്തെറിക്കുന്ന പേജറുകൾ ഉണ്ടാക്കിയത്, പേജറുകളെ ബോംബുകളാക്കി മാറ്റിയതെന്നാണ് പിന്നീട് ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് അത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ഞങ്ങൾ യുദ്ധം ജയിക്കാൻ ഞങ്ങൾ എന്തു മാർഗവും സ്വീകരിക്കും, ശത്രുവിനെ തകർക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി പേജറുകളെല്ലാം ഉപയോഗിക്കാത്ത മാധ്യമങ്ങളൊക്കെ ഞങ്ങൾ ഉപയോഗിക്കുമെന്ന് അന്ന് നെതന്യാഹു പറഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ചോദിച്ചതനുസരിച്ച് റിൻസൺ ജോസിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ 2 കാര്യങ്ങൾ മനസ്സിലായി. ക്രിസ്ത്യാന ഇപ്പോഴും ഒളിവിലാണ്. ക്രിസ്ത്യാനോയ്ക്ക് വധഭീഷണി ഉള്ളതുകൊണ്ട് ഹംഗേറിയൻ സീക്രട്ട് സർവീസിൻ്റെ സുരക്ഷാ വലയത്തിൽ ഇപ്പോഴും അതീവ സുരക്ഷാ സങ്കേതത്തിൽ എവിടെയോ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് ക്രിസ്ത്യാനോയെ. ഈ നോർവീജിയൻ സർക്കാർ റിൻസൺ ജോസിനെതിരെ ചില അന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ട് അദ്ദേഹത്തിന് അദ്ദേഹം എന്തെങ്കിലും കുറ്റം ചെയ്തതായിട്ടൊന്നും നോർവീജിയൻ സർക്കാർ കണ്ടെത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം കുറച്ചു കാലം ഒളിവിലൊക്കെ ആയിരുന്നു. കാരണം അപ്പുറത്ത് നിൽക്കുന്നത് വലിയ ശക്തികളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക ഭീകരന്മാരാണ് അപ്പുറത്ത് നിൽക്കുന്നത്. പ്രത്യേകിച്ച് റിൻസൺ ഒരു ക്രിസ്ത്യാനി. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, ഹിസ്ബുള്ളയെ ഉന്മൂലനം ചെയ്യാനുള്ള പദ്ധതികളുടെ ആദ്യ ചുവടെന്ന നിലയിൽ പേജർ ആക്രമണം നടത്തിയത് റിൻസൺ കൊടുത്ത പേജറുകൾ വഴിയാണ്. അപ്പോൾ പിന്നെ റിൻസണിനെ വലിയ ഭീഷണി ഉണ്ടാവും എന്നൊക്കെ കരുതി റിൻസൺ കുറേ കാലം മാറി നിന്നിരുന്നു. പക്ഷേ ഇപ്പോൾ നോർവീജിയയിൽ നിന്ന് ലഭ്യമാവുന്ന വിവരം റിൻസന് ഭീഷണികളൊന്നുമില്ല. റിൻസൺ സാധാരണഗതിയിൽ തൻ്റെ ജോലി ചെയ്ത് നോർവീജിയയിലുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. റിൻസന്റെ വീട്ടുകാർക്കും ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ കിട്ടിയിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. ഏതായാലും റിൻസൺ ഇപ്പോഴും സുരക്ഷിതനാണ്. റിൻസൺ ഒണ്ടയങ്ങാടിയിലുള്ള തൻ്റെ മാതാപിതാക്കളുമായി ബന്ധപ്പെടുന്നുണ്ട്. അദ്ദേഹം സേഫാണ്. സേഫ് അല്ലാതെ തൊലഞ്ഞു പോയത് ഹിസ്ബുള്ളയാണ്. അപ്പോൾ ഇതാണ് റിൻസൺ ജോസിനെ കുറിച്ച് പ്രേക്ഷകർ ചോദിച്ചതിന് എനിക്ക് പറയാനുള്ള അപ്ഡേറ്റ്. ഏതായാലും റിൻസൺ അതിനുശേഷം ഇന്ത്യയിൽ വന്നതായിട്ട് വിവരമില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ മാതാപിതാക്കളെ കണ്ടിട്ടില്ല. 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 17-18 തീയതികളിലാണല്ലോ ഈ ആക്രമണം നടന്നത്. അപ്പോൾ റിൻസൺ വന്നു പോയിട്ട് 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. റിൻസൺ വലിയ താമസം വിന റിൻസൺ കേരളത്തിൽ വന്നേക്കാം. റിൻസന്റെ മാതാപിതാക്കളെ കാണണമല്ലോ. റിൻസൺ എന്തായാലും ഈ പറയുന്ന പോലെ തൻ്റെ ജോലിയും ചെയ്ത് റിൻസൺ അവിടെ സുഖമായി നോർവീജിയയിൽ കഴിയുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. റിൻസൺ ഏതായാലും ചെയ്തത് ഒരു ചരിത്രപരമായ ദൗത്യമാണ്. കാരണം മൊസാദിൻ്റെ ഒരു ഓപ്പറേഷനിൽ അറിഞ്ഞോ അറിയാതെയോ റിൻസൺ പങ്കാളിയായി. ഭാവിയിൽ മൊസാദിൻ്റെ ചരിത്രം എഴുതുമ്പോൾ ഉറപ്പായും ലബനോണിൽ നടന്ന പേജർ ആക്രമണത്തെക്കുറിച്ച് പറയും. ഒരുപക്ഷെ റിൻസനെ കുറിച്ചും പറയുമായിരിക്കും. റിൻസൺ ഇന്ത്യക്കാരനാണെന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. അതിലേക്ക് ഒരു ലോകത്തിലെ ഒരു വലിയ ഭീകര പ്രസ്ഥാനത്തെ തകർക്കാൻ അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും പങ്കാളിയായ ഒരു മനുഷ്യൻ നമ്മളെപ്പോലെ മലയാളം പറയുന്ന നമ്മുടെ നാട്ടുകാരനാണ് എന്നത് എനിക്ക് സന്തോഷമുള്ളതാണ്. സന്തോഷം തോന്നാത്ത ആളുകളുണ്ടാകാം. ഇസ്ലാമിക തീവ്രവാദികൾക്ക് ലോകത്തവിടെ പരിക്കേറ്റാലും അപകടം പറ്റിയാലും മരണം സംഭവിച്ചാലും കൊല്ലപ്പെട്ടാലും ദുഃഖിക്കുന്ന കുറേ ആളുകളുണ്ട്. അതുപോലെ ഇസ്ലാമിക തീവ്രവാദികൾ ലോകത്ത് ഏത് കാഫിറിനെ കൊന്നാലും സന്തോഷിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് മാത്രമാണ് റിൻസൺ സുഖമായി ഇരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു വിഷമമൊക്കെ വരിക. അതിന് വേറെ മാർഗമൊന്നുമില്ല, വെറുതെ ഇരുന്ന് കരയുക എന്നല്ലാണ്ട് ഒരു വഴിയുമില്ല. റിൻസൺ സുഖമായിരിക്കുന്നു. റിൻസൺ ഇന്ത്യയിലേക്ക് വരും.